ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ ഒരു മഴത്തുള്ളിക്ക് വേണ്ടി മേക്കപ്പ് ഇടുക കേട്ടോ. ഇതിൻ്റെ 1-2 കുഞ്ഞു വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എന്നെ സംബന്ധിച്ച് ഈ മേക്ക് ഓവർ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ സാമി ചേട്ടൻ്റെ അടുത്ത് തന്നെ തുടങ്ങാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. നമ്മളല്ലാതെ എന്തെങ്കിലും കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എല്ലാം വളരെ ലിമിറ്റഡ് ടൈമിലായിരുന്നു ഞങ്ങൾ ചെയ്തെടുത്തത് കേട്ടോ. എന്താണെന്നറിയാമോ, ഞങ്ങൾ നാട്ടിൽ പോയിട്ടായിരുന്നു ഇതിൻ്റെ ഡിസ്കഷനൊക്കെ നടന്നതും പെട്ടെന്നായിരുന്നു ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചതും. വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പണ്ട് തൊട്ടേ മനസ്സിലുണ്ട്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇതിൻ്റെ പാട്ട് തന്നെ ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോൾ എഴുതിയ ഒരു കവിതയായിരുന്നു കേട്ടോ. അത് ശരിക്കും ഇങ്ങനൊന്നും ആവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ശരിക്കും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജയതീഷണൻ ഒരു 10 വർഷം മുമ്പ് ഇതിന് മ്യൂസിക് ചെയ്തു. അപ്പോൾ കേട്ടപ്പം നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. പക്ഷെ അന്ന് പിന്നെ ഞങ്ങൾക്ക് റെക്കോർഡിംഗ് ഒന്നും നടന്നൊന്നുമില്ല. അത് പിന്നെ നീണ്ടുപോയി. ഒരു 5 വർഷം മുമ്പാണ് പാട്ട് ഞങ്ങൾ ശരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ടിത് വിഷ്വലൈസ് ചെയ്യണമെന്നും പറഞ്ഞ് മനസ്സിലുണ്ട്. പക്ഷെ ഒന്നും നടക്കാതെ ഇങ്ങനെ നീണ്ടുപോയി. അവസാനം ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്തു. ശരിക്കും ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒന്നാമത് ഞങ്ങളുടെ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നെ ഇത്രയും വർഷം ഇരുന്ന ഈ ആൽബത്തിൻ്റെ ഷൂട്ട് നടത്താൻ പറ്റി. പിന്നെ ഇത്രയും നല്ല ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ശരിക്കും ഇതിൻ്റെ വീഡിയോഗ്രാഫി ചെയ്ത വിജോ ചേട്ടൻ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ശരിക്കും വിജോ ചേട്ടനെ ഞങ്ങൾ കണ്ടിട്ട് 10 വർഷമായി കേട്ടോ. വിജോ ചേട്ടൻ ഞങ്ങളുടെ കല്യാണ വീഡിയോ ഒക്കെ വിജോ ചേട്ടനാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ശരിക്കും ഷൂട്ടിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് ടൈമിൽ നമുക്കുള്ള പരിമിതിക്കകത്ത് ചെയ്തെടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഇത് കയ്യിൽ കിട്ടുന്നവരെ ഒരുപാട് ആകാംക്ഷയും ടെൻഷനും അങ്ങനെ എന്തൊക്കെയോ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയൊരു സ്വപ്നം പൂവണിഞ്ഞു. അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.